ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 2026 വ്യാഴമാറ്റം. ഞാനീ പറയുന്ന 10 നക്ഷത്ര ജാതകർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദുഃഖവും ദുരിതവും നിങ്ങളെ വിട്ടൊഴിയില്ല. വ്യാഴമാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെന്നാൽ കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആയതിനാൽ ഇത് വളരെ ശക്തമായ ഒരു വ്യാഴമാറ്റമായി മാറുന്നു. 12 വർഷത്തിൽ ഒരിക്കൽ വരുന്ന യോഗമായതിനാൽ വ്യാഴം ഓരോ രാശിയിലും ഏകദേശം ഒരു വർഷം താമസിക്കുന്നതിനാൽ ഇത്തരമൊരു സ്ഥാനം വീണ്ടും വരുവാൻ ഏകദേശം 12 വർഷമെടുക്കും. ചില ആളുകൾക്ക് ഇതൊരു പരീക്ഷണ സമയം കൂടിയാണ്. എല്ലാ നക്ഷത്ര ജാതകർക്കും ഒരുപോലെ ഈ വ്യാഴമാറ്റം ഗുണകരമാകില്ല. ചില വ്യക്തികൾക്ക് ചെലവ്, മാനസികമായ സമ്മർദ്ദം, ജോലി തടസ്സം, സാമ്പത്തികമായ വിഷമതകൾ ഇവയെല്ലാം ഉണ്ടാകുന്ന ഒരു കാലമാണ്. എന്നാൽ വ്യാഴം നിങ്ങൾക്ക് അനുകൂലമായ സ്ഥാനത്താണെങ്കിൽ ഭാഗ്യവർദ്ധനവ്, തടസ്സപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടുക, അതുപോലെ ഭാഗ്യം കൂടുതലുണ്ടാക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. സാമ്പത്തികമായും വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. വരുമാനം വർദ്ധിക്കുക, പുതിയ അവസരങ്ങൾ ലഭിക്കുക, കടബാധകൾ കുറയുക എന്നിവയെല്ലാം ഫലങ്ങളിൽ വന്നു ചേരും. വിദ്യാഭ്യാസപരമായും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രതയും പരീക്ഷാ വിജയവും ലഭിക്കുന്നതാണ്. വിവാഹ യോഗം ശക്തമാകും. അതായത് വിവാഹം വൈകിയിരുന്ന ആളുകൾക്ക് നല്ല ബന്ധങ്ങൾ വന്നു ചേരും. ജോലിയിലും ബിസിനസ്സിലും വളരെയധികം വളർച്ചയും സ്ഥാനക്കയറ്റവും, പുതിയ ജോലി, ബിസിനസ് വികസനം എന്നിവയ്ക്കെല്ലാം തന്നെ അനുകൂലമായി മാറും. കുടുംബ സുഖം വർദ്ധിക്കും. കുടുംബത്തിൽ സമാധാനം, സന്തോഷം, ഐക്യവുമെല്ലാം തന്നെ വർദ്ധിക്കുന്നതാണ്. പ്രത്യേകിച്ചും ആത്മീയമായ കാര്യങ്ങളിൽ വളർച്ചയുണ്ടാകും. പ്രാർത്ഥന, ധ്യാനം, ക്ഷേത്ര ദർശനം എന്നിവയിലേക്ക് കൂടുതൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം വളരെയധികം മാന്യതയും അംഗീകാരവും സമൂഹത്തിൽ ബഹുമാനവും ലഭിക്കുന്നതാണ്. ഇനി ഞാനീ പറയുന്ന 10 നക്ഷത്ര ജാതകർക്ക് 2026 വ്യാഴമാറ്റ സമയത്ത് ചിലവ് വർദ്ധിക്കൽ, മാനസികമായ സമ്മർദ്ദം, ജോലി തടസ്സം, കുടുംബ വിഷയങ്ങളിൽ ആശങ്ക എന്നിവയെല്ലാം തന്നെ ഫലത്തിൽ അനുഭവപ്പെടുന്നതാണ്. പ്രത്യേകിച്ചും ഈ 10 നക്ഷത്ര ജാതകർ എല്ലാവിധ കാര്യങ്ങളിലും ഒന്ന് കരുതിയിരിക്കുന്നത് ഗുണകരമാണ്. ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു പൊതുഫലമാണ്. നിങ്ങളുടെ ജനന ജാതകം, ദശാകാലം, രാശി, സ്ഥാനം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ മാറ്റം പ്രതീക്ഷിക്കാം. ഇനി വ്യാഴമാറ്റ ദോഷം ചെയ്യുന്നത് ഏതൊക്കെ നക്ഷത്ര ജാതകരെയാണ് എന്ന് നോക്കാം. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം ചെലവുകൾ വന്നു ചേരും. അതായത് നിങ്ങൾ കരുതിയതിലും കൂടുതൽ അപ്രതീക്ഷിതമായ ധനച്ചെലവുകൾ ഉണ്ടാകും. അതുപോലെ ജോലി മേഖലയിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയോ അതുമല്ലെങ്കിൽ സമ്മർദ്ദം വർദ്ധിക്കുകയോ ചെയ്യുന്നതാണ്. കുടുംബജീവിതത്തിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഭർത്താവുമായോ ഭാര്യയുമായോ പിരിഞ്ഞ് കഴിയേണ്ടി വരിക, അതുപോലെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുക, അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. ആരോഗ്യപരമായി നോക്കുമ്പോൾ തലവേദന, ഉറക്കക്കുറവ്, ക്ഷീണം എന്നിവയുണ്ടാകുവാൻ ഇടയുണ്ട്. ക്ഷമയോടെ തീരുമാനങ്ങളെല്ലാം തന്നെ എടുത്ത് ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് നീങ്ങേണ്ടതാണ്. അശ്വതി നക്ഷത്ര ജാതകരായ നിങ്ങൾ വ്യാഴമാറ്റ സമയത്തുണ്ടാകാനിടയുള്ള തടസ്സങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളും കുറയ്ക്കുവാനും അനുഭവങ്ങൾ വർദ്ധിപ്പിക്കാനുമായി മഹാവിഷ്ണുവിൻ്റെയോ ശ്രീകൃഷ്ണ സ്വാമിയുടെയോ ക്ഷേത്ര ദർശനം നടത്തുക. വിഷ്ണു ഭജനമാണ് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം. അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽ പായസം, പുരുഷ സൂക്ത, പുഷ്പാഞ്ജലി എന്നിവ വഴിപാടായി കഴിപ്പിക്കുക. അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തുക. അശ്വതി നക്ഷത്ര ജാതകരുടെ പൊതുവായ ദോഷശമനത്തിന് ശിവക്ഷേത്രത്തിൽ ധാര, കൂവളമാല സമർപ്പണം, പിൻവിളക്ക് എന്നിവ ചെയ്യുന്നത് വലിയ ആശ്വാസം നൽകുന്നതാണ്. അതുപോലെ വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ ഈ ദിവസം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം.
അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ വീണ്ടും പ്രശ്നമാകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ സുഹൃത്തുക്കളുമായി ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാം. കടം കൊടുക്കുന്നതും വാങ്ങുന്നതുമെല്ലാം തന്നെ സൂക്ഷിക്കേണ്ട ഒരു കാലമാണ്. പ്രത്യേകിച്ചും നിങ്ങൾ രാത്രി കാലത്തുള്ള യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ യാത്രകളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുവാനും ഇടയുള്ള കാലമാണ്. ഈയൊരു വ്യാഴമാറ്റ സമയം കാർത്തിക നക്ഷത്ര ജാതകർക്ക് വളരെയധികം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കും. കാർത്തിക നക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യനാണ്. വ്യാഴവും സൂര്യനും തമ്മിൽ സൗഹൃദത്തിലാണെങ്കിലും ഗോചരപ്രകാരം, അതായത് വ്യാഴത്തിൻ്റെ നിലവിലെ മാറ്റം അനുസരിച്ച് വരാവുന്ന ദോഷങ്ങൾ കുറയ്ക്കുന്നതിനും വ്യാഴപ്രീതിക്കുമായി നിങ്ങൾ മഹാവിഷ്ണു അതുമല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭജനം നടത്തുക. വ്യാഴം ദോഷസ്ഥാനത്താണെങ്കിൽ പരിഹാരത്തിന് ഏറ്റവും നല്ലത് വിഷ്ണു ഭജനമാണ്. അതുപോലെ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം, പുരുഷ സൂക്ത പുഷ്പാഞ്ജലി, തുളസിമാല എന്നിവ സമർപ്പിക്കുക. അതുപോലെ ശിവക്ഷേത്ര ദർശനവും നല്ലതാണ്. ശിവന് ധാര, കൂവളമാല എന്നിവ വഴിപാടായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് സമാധാനവും തടസ്സങ്ങളിൽ നിന്നും വളരെ വലിയ മോചനവും നൽകുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. തിരുവാതിര നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് മനസ്സിൽ വളരെ വലിയ ആശങ്കയും അനാവശ്യമായ ചിന്തയും വർദ്ധിക്കുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ വളരെ വലിയ അകൽച്ചയുണ്ടാകും. പഠന കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുവാൻ വളരെയധികം സാധ്യതയുള്ള കാലമാണ്. കുടുംബ അംഗങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. സാമ്പത്തികമായി വളരെയധികം പ്രശ്നങ്ങൾ അലട്ടുവാനും കടങ്ങൾ വർദ്ധിക്കുവാനും ഇടയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വ്യാഴമാറ്റ സമയം മനസ്സിനും ശരീരത്തിനും അല്പം അസ്വസ്ഥതകൾ ഉണ്ടാക്കും. തിരുവാതിര നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവും ദേവത പരമശിവനുമാണ്. രാഹുവും വ്യാഴവും തമ്മിലുള്ള ശത്രുതയും ശിവന്റെ പാവങ്ങളും കണക്കിലെടുത്ത് വ്യാഴദോഷ പരിഹാരത്തിനായി തിരുവാതിര നക്ഷത്ര ജാതകരായ നിങ്ങൾ ശിവഭജനം നടത്തുന്നത് വളരെയധികം പ്രധാനമാണ്. തിരുവാതിര നക്ഷത്ര ജാതകരുടെ നക്ഷത്രനാഥൻ പരമശിവനാണ്. അതിനാൽ വ്യാഴാഴ്ചകളിലും തിരുവാതിര നക്ഷത്ര ദിവസങ്ങളിലും ശിവക്ഷേത്ര ദർശനം നടത്തി ധാര, കൂവളമാല, പിൻവിളക്ക്, ഉമാ മഹേശ്വര പൂജ എന്നിവ കഴിക്കുന്നത് ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ വളരെയധികം ഉത്തമമാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് അംഗീകാരം വൈകും. അതുപോലെ സാമ്പത്തികമായും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. വിശ്വസിച്ച ആളുകളിൽ നിന്നും എല്ലാ രീതിയിലും നിങ്ങൾക്ക് നിരാശയുണ്ടാകും. വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലം കൂടിയാണ്. പൂയം നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ഈയൊരു വ്യാഴമാറ്റ സമയം വളരെയധികം തടസ്സങ്ങളോ മാനസികമായ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയേക്കാം. പൂയം നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിദേവനും ദേവത ദേവഗുരുവായ ബൃഹസ്പതി അഥവാ വ്യാഴം തന്നെയാണ്. നക്ഷത്ര ദേവത തന്നെ വ്യാഴമായതിനാൽ പൂയം നക്ഷത്രക്കാർക്ക് വ്യാഴഭജനം ഇരട്ടി ഫലം ചെയ്യും. വ്യാഴദോഷ പരിഹാരത്തിനും ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി മഹാവിഷ്ണു അതുമല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭജനം നടത്തുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽപ്പായസം, വെണ്ണ സമർപ്പണം, പുരുഷ സൂക്ത പുഷ്പാഞ്ജലി എന്നിവ വഴിപാടായി കഴിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യപുഷ്ടിക്കും കാര്യ തടസ്സങ്ങളെല്ലാം തന്നെ മാറുവാനും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. മകം നക്ഷത്ര ജാതകർക്ക് അഭിമാനം കാരണം ബന്ധങ്ങളിൽ വളരെയധികം അകലം വരാം. അതുപോലെ കുടുംബത്തിൽ വളരെയധികം ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതാണ്. ചിലവുകളെല്ലാം തന്നെ നിയന്ത്രിക്കേണ്ട ഒരു സമയമാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് വളരെയധികം ക്ഷീണം, തളർച്ച എന്നിവ അനുഭവപ്പെടും. അതായത് വ്യാഴമാറ്റ സമയം നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളിലും തടസ്സങ്ങളോ സാമ്പത്തികമായ അസ്ഥിരതയോ അനാവശ്യമായ ചിന്തകളോ ഉണ്ടാകും. മകം നക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവും ദേവത പിതൃക്കളുമാണ്. കേതുവിൻ്റെ നക്ഷത്രമായതിനാൽ വ്യാഴദോഷ പരിഹാരങ്ങൾക്കൊപ്പം കേതുപ്രീതിയും പിതൃപുണ്യവും നേടുന്നത് ദേഹകാഠിന്യം കുറയ്ക്കുവാൻ സഹായിക്കും. അതുപോലെ മകം നക്ഷത്ര ജാതകർ ചെയ്യേണ്ട
പ്രധാന പരിഹാരം എന്തെന്നാൽ മഹാവിഷ്ണു ഭജനം തന്നെയാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽ പായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, തുളസിമാല എന്നിവ സമർപ്പിക്കുക. ഇത് നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാവിധ കാര്യ തടസ്സങ്ങളും നീക്കുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് പുതിയ പദ്ധതികളെല്ലാം തന്നെ വൈകും. ജോലി മാറുവാൻ ആലോചിക്കുന്ന ആളുകൾക്ക് തടസ്സങ്ങളുണ്ടാകും. പങ്കാളിത്തമായ കാര്യങ്ങളിൽ തർക്ക സാധ്യതയുണ്ട്. മനസ്സമാധാനം എല്ലാ രീതിയിലും നിങ്ങൾക്ക് കുറയുന്ന ഒരു കാലമാണ്. അതായത് വ്യാഴമാറ്റ സമയം. ചിത്തിര നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് തൊഴിൽ രംഗത്തോ കുടുംബത്തിലോ എല്ലാവിധ കാര്യങ്ങളിലും തടസ്സങ്ങളും അനാവശ്യമായ മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാക്കും. ചിത്തിര നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയും ദേവതാ ശില്പകലയുടെ ദേവനായ വിശ്വകർമാവുമാണ്. വ്യാഴദോഷ പരിഹാരങ്ങൾക്കൊപ്പം ചൊവ്വയുടെ പ്രീതി നേടുന്നത് ചിത്തിര നക്ഷത്ര ജാതകരായി നിങ്ങൾക്ക് ഇരട്ടി ഗുണം ചെയ്യും. ദോഷകാഠിന്യം കുറയ്ക്കുവാനായി മഹാവിഷ്ണു ഭജനം, അതുപോലെ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽ പായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ് വിളക്ക് എന്നിവ വഴിപാടായി കഴിക്കുക. ഇത് നിങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്കെല്ലാം തന്നെ പരിഹാരമായി മാറുന്നതാണ്. അതുപോലെ ഏറ്റവും പ്രധാനം സുബ്രഹ്മണ്യ സ്വാമി ഭജനം തന്നെയാണ്. നിങ്ങളുടെ നക്ഷത്രാധിപൻ ചൊവ്വ ആയതിനാൽ ചൊവ്വാഴ്ചകളിലോ ചിത്തിര നക്ഷത്ര ദിവസങ്ങളിലോ മുരുകന് പഞ്ചാമൃതം, ഭസ്മാഭിഷേകം, നാരങ്ങ മാല എന്നിവ സമർപ്പിക്കുന്നത് തൊഴിൽ തടസ്സങ്ങളും ശത്രുദോഷങ്ങളും എല്ലാം നീങ്ങുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ബന്ധങ്ങളിൽ ഒരു പരീക്ഷണ സമയം തന്നെയാണ്. സാമ്പത്തികമായുള്ള എല്ലാവിധ തീരുമാനങ്ങളും വളരെയധികം ആലോചിച്ച ശേഷം മാത്രം എടുക്കുക. കോടതി കാര്യങ്ങളിൽ അല്ലെങ്കിൽ രേഖകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആരോഗ്യ കാര്യത്തിൽ വൈറു സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഇടയുള്ള കാലമാണ്. അതായത് വ്യാഴമാറ്റ സമയം വിശാഖം നക്ഷത്ര ജാതകർക്ക് സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും വന്നു ചേരുക. വിശാഖം നക്ഷത്രത്തിൻ്റെ അധിപൻ വ്യാഴം, അതായത് ഗുരു തന്നെയാണ്. ദേവത ഇന്ദ്രാഗ്നിയുമാണ്, അതായത് ഇന്ദ്രനും അഗ്നിയും. സ്വന്തം നക്ഷത്രാധിപൻ തന്നെയായ വ്യാഴം അനുകൂലമല്ലാത്ത സ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ നിങ്ങൾക്ക് കുറയ്ക്കുവാനും അനുകൂലമായ ഊർജം വർദ്ധിപ്പിക്കാനുമായി മഹാവിഷ്ണുവിൻ്റെയോ ഗുരുവായൂരപ്പനെയോ ഭജിക്കുക. നിങ്ങളുടെ നക്ഷത്രാധിപനായ വ്യാഴത്തിൻ്റെ പ്രീതിക്കായി വിഷ്ണു ഭജനം തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുപോലെ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽ പായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, വെണ്ണ ഇവ സമർപ്പണം ചെയ്യുക. പ്രത്യേകിച്ചും നിങ്ങൾക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിലെ ഉപദേവനായ ദക്ഷിണാമൂർത്തിക്ക് മഞ്ഞപ്പൂക്കൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുന്നതും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും കാര്യ തടസ്സങ്ങളെല്ലാം തന്നെ നീങ്ങുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴി വളരെയധികം പ്രശ്നങ്ങൾ ഉടലെടുക്കും. ജോലിയിൽ മത്സരങ്ങൾ വർദ്ധിക്കുന്നതാണ്. മനസ്സിൽ എല്ലായ്പ്പോഴും ഒരു നിരാശ തോന്നും. സാമ്പത്തികപരമായും വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു കാലമാണ്. ഈയൊരു വ്യാഴമാറ്റ സമയം അനിഴം നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് സമ്മാനിക്കുക. ചില കാര്യങ്ങളിൽ വലിയ തടസ്സങ്ങളോ സാമ്പത്തികമായ അസ്ഥിരതയോ ഉണ്ടാകും. അനിഴം നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിദേവനും ദേവത മിത്രനുമാണ്, അതായത് സൂര്യൻ്റെ ഒരു ഭാവം. ശനി അധിപനായ നക്ഷത്രമായതുകൊണ്ട് തന്നെ വ്യാഴദോഷ പരിഹാരങ്ങൾക്കൊപ്പം ശനിപ്രീതിയും വരുത്തുന്നത് അനിഴം നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ഇരട്ടി ഗുണം ചെയ്യും. ദോഷകാഠിന്യം കുറയ്ക്കുവാൻ മഹാവിഷ്ണു ഭജനം നടത്തുക. അതുപോലെ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽ പായസം, നെയ്വിളക്ക്, തുളസിമാല എന്നിവ സമർപ്പിക്കുന്നത് ഏത് കാര്യത്തിനും വിജയം ഉണ്ടാക്കുവാനും സാമ്പത്തികമായ അഭിവൃദ്ധിക്കും സഹായിക്കുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. അവിട്ടം നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് കുടുംബത്തിൽ വളരെയധികം ചെലവുകൾ വർദ്ധിക്കും. തൊഴിൽ മേഖലയിൽ വളരെയധികം മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. വിശ്രമക്കുറവ് നിങ്ങളുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നതാണ്. തീരുമാനങ്ങളിൽ അതിവേഗം കാണിക്കുന്നത് വളരെയധികം പ്രശ്നത്തിന് കാരണമാകും. അതായത് വ്യാഴമാറ്റ സമയം നിങ്ങൾക്ക്
തൊഴിൽ രംഗത്തോ സാമ്പത്തികമായ കാര്യങ്ങളിലോ വളരെ വലിയ തടസ്സങ്ങളോ അനാവശ്യമായ ചെലവുകളോ വർദ്ധിപ്പിക്കും. അവിട്ടം നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയും ദേവത അഷ്ടവസ്തുക്കളുമാണ്. അതായത് ധ്യാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതകൾ. വ്യാഴദോഷ പരിഹാരങ്ങൾക്കൊപ്പം നക്ഷത്രാധിപനായ ചൊവ്വയുടെ പ്രീതി വരുത്തുന്നത് അവിട്ടം നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് തടസ്സങ്ങൾ നീങ്ങുവാനും ലക്ഷ്യങ്ങൾ വേഗം കൈവരിക്കുവാനും സഹായിക്കും. മഹാവിഷ്ണു ഭജനം. വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി പാൽ, പായസം, നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്നിവ വഴിപാടായി കഴിക്കുക. ഇത് നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറ്റുവാനും കാര്യവിജയത്തിനും സഹായിക്കും. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമി ഭജനം. നിങ്ങളുടെ നക്ഷത്രാധിപൻ ചൊവ്വ ആയതിനാൽ ചൊവ്വാഴ്ചകളിലോ അവിട്ടം നക്ഷത്ര ദിവസങ്ങളിലോ മുരുകന് പഞ്ചാമൃതം, ഭസ്മ അഭിഷേകം, ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല എന്നിവ സമർപ്പിക്കുന്നത് തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ മാറ്റുവാനും ശത്രുദോഷങ്ങളെല്ലാം തന്നെ അകറ്റുവാനും സഹായിക്കുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് വളരെയധികം മാനസികമായ വിഷമം വർദ്ധിക്കുവാൻ ഇടയുള്ള കാലമാണ്. യാത്രകളിൽ വളരെയധികം ശ്രദ്ധ വേണം. അതുപോലെ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളുമായോ ഒരു അകലം അനുഭവപ്പെടും. ആത്മവിശ്വാസം കുറയാതെ മുന്നോട്ട് പോകുന്നത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ വ്യാഴമാറ്റ സമയം രേവതി നക്ഷത്ര ജാതകർക്കും സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും വന്നു ചേരുക. ചില കാര്യങ്ങളിൽ അനാവശ്യമായ ചിന്തകൾ, യാത്രാ തടസ്സങ്ങൾ അല്ലെങ്കിൽ ധനനഷ്ടം എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതായത് ബുധനും വ്യാഴവും തമ്മിൽ സമഭാവത്തിലാണെങ്കിലും വ്യാഴമാറ്റ ദോഷങ്ങളെ മറികടക്കുവാനും അവയെ അനുകൂലമായ ഫലങ്ങളാക്കി വർദ്ധിപ്പിക്കുവാനും രേവതി നക്ഷത്രക്കാർ പ്രധാനമായും ചെയ്യേണ്ട കാര്യം മഹാവിഷ്ണു ഭജനം തന്നെയാണ്. വ്യാഴത്തിൻ്റെ അധിപനും അതുപോലെ ബുധൻ്റെ അധിപനും മഹാവിഷ്ണു തന്നെയാണ്. അതിനാൽ തന്നെ രേവതി നക്ഷത്ര ജാതകരായ നിങ്ങൾ വിഷ്ണു ഭജനം നടത്തുന്നത് ഇരട്ടി ഫലം സമ്മാനിക്കും. അതുപോലെ വ്യാഴാഴ്ചകളിലും രേവതി നക്ഷത്ര ദിവസങ്ങളിലും വിഷ്ണു ക്ഷേത്രത്തിൽ പാൽ, പായസം, നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്നിവ സമർപ്പിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. പ്രത്യേകിച്ചും നിങ്ങൾ വ്യാഴാഴ്ചകളിൽ ശിവക്ഷേത്രത്തിലെ ഉപദേവനായ ദക്ഷിണാമൂർത്തിക്ക് മഞ്ഞ പൂക്കൾ കൊണ്ടുള്ള മാലയോ വിളക്കോ സമർപ്പിക്കുന്നത് വന്നു ചേരുന്ന എല്ലാവിധ പ്രശ്നങ്ങളിലും ഒഴിവാക്കുവാൻ ഉത്തമമാണ്. അതുപോലെ ശ്രീകൃഷ്ണ ഭജനം. ബുധൻ്റെ ദോഷശാന്തിക്കായി ശ്രീകൃഷ്ണ സ്വാമിക്ക് വെണ്ണ, കദളിപ്പഴം, തുളസിമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഇരട്ടി ഫലം സമ്മാനിക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.